ഡോക്ടർമാരുടെ അനാസ്ഥയിൽ 9 വയസ്സുകാരുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവം ഏറെ ഞെട്ടലോടുകൂടിയാണ് അല്പസമയം മുമ്പ് കേരളം കേട്ടത്. DMO ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണവും മാതൃഭൂമി ന്യൂസ് തേടിയിരുന്നു. തികഞ്ഞ അനാസ്ഥയാണ് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പരാതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കുടുംബം പോവുകയാണ്. ഇപ്പോൾ ഗോകുൽ VS ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഗോകുൽ കുടുംബത്തിനൊപ്പമാണോ ഉള്ളത്? ഗോകുൽ, അവരുടെയൊക്കെ തന്നെ പ്രതികരണം, DMOയുടെ പ്രതികരണത്തിന് ശേഷമൊക്കെ എന്താണ് അറിയാൻ കഴിയുന്നത്? എത്രത്തോളം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഈ വാർത്തയെ സമീപിക്കേണ്ടത് ഗോകുൽ? തീർച്ചയായും വളരെ ഞെട്ടലോട് കൂടിയാണ്. കാരണം ഒരു 9 വയസ്സുകാരിയാണ്. ആ വയസ്സുകാരിയുടെ വലത് കൈയാണ് നഷ്ടപ്പെട്ടുള്ളത്. അതീവ ഗൗരവകരമായ വിഷയമാണ്. കുടുംബം ആരോപിക്കുന്നത് ഇതിൽ ഒരു ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ട്. കൃത്യമായ ചികിത്സ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടിയുടെ മുത്തശ്ശിയും മുത്തശ്ശനുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. പരാതി നൽകാൻ പോവുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? പരാതിയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ആരോപണം? എന്താണ്? ഞങ്ങൾക്കിപ്പോൾ കുട്ടി ഇങ്ങനെ അവര് നോക്കിയില്ലല്ലോ, അവര് കൈ മുറിക്കാനല്ലേ ആക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ പരാതിക്ക് തന്നെ പോകും. ചൊവ്വാഴ്ച പോയപ്പോഴാണോ കൈയിന് പ്രശ്നം കണ്ടത്? ചൊവ്വാഴ്ച പോയപ്പോഴാണ് അവര് കൈ ഇവിടെ ആകില്ല, പിന്നെ ഇവിടെ ചെയ്യണമെങ്കിലും 1.5 ലക്ഷം രൂപ വേണം, അങ്ങനെയൊക്കെയാണ് അവർ ഭീഷണി മുഴക്കിയത്. അപ്പം നമുക്ക് അന്ന് പറയായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അമ്മച്ചി കൂട്ടം കൂടണ്ട, സംസാരിക്കണ്ട പറഞ്ഞു. ഇത് എന്നാണ് കൈക്ക് ഇങ്ങനെ പ്രശ്നം തോന്നിയത്? കൈക്ക് പ്രശ്നമായത് 24-ാം തീയതി. കുഴപ്പമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം പോയി. പോയി കുഴപ്പമുണ്ട് പറഞ്ഞിട്ടാണ് പോയത്. പോയി. കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിലാണ് DMO ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നത്. അവർ ഈ കുട്ടിയുടെ കൈ അറുത്തുമാറ്റാൻ കാരണം ആരോഗ്യ വിഭാഗത്തിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം വരുന്നത്. ഇവർ ഈ ഒരു വിഷയത്തിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DMO ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത്, അല്ലെങ്കിൽ DMO ഓഫീസിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ DMO ഓഫീസിന്റെ മുന്നിൽ കുത്തിയിരുന്ന്, അല്ലെങ്കിൽ കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അവർ മുന്നറിയിപ്പില്ലാതെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് അവർ പ്രതിഷേധവുമായി വന്നത്. ഈ വിഷയം വാർത്തകളിലൂടെ അറിയുകയും കാര്യങ്ങളും അന്വേഷിച്ച് അറിയുകയും ചെയ്തതിനെ തുടർന്ന് പിന്നീട് അവർ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ജയഘോഷ്, എന്താണ് ഇപ്പോൾ ഒരു പ്രതിഷേധം വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുകയാണോ? വളരെ പെട്ടെന്നാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഈ കോൺഗ്രസ് സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു എക്സ്റേ എടുക്കേണ്ട മാത്രം ചെയ്യേണ്ട ഒരു കാര്യങ്ങളിൽ വീഴ്ച വരുത്തി. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ട വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ജില്ലാ ആശുപത്രിയുടെ വീഴ്ച മൂലം ഉണ്ടായത്. അതുകൊണ്ട് നിരന്തരമായി വലിയ തോതിലുള്ള വീഴ്ചകൾ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ സമരത്തിന് കോൺഗ്രസ് തയ്യാറ്. പലതരത്തിലും ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിക്കെതിരെ പല അനാസ്ഥകളിലും വാർത്തകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടിയായി. അത് 9 വയസ്സുകാരിക്കാണ് തന്റെ വലത് കൈ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധവുമായി DMO ഓഫീസിലേക്ക് എത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ പ്രതിഷേധം DMO ഓഫീസിന്റെ മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. DMO ഉള്ളിലുണ്ട്. DMO ഉടൻ തന്നെ ഇതാ ബന്ധുക്കൾ DMOയെ കണ്ട് പരാതി നൽകാനായി വരികയാണ്. അവർ DMOയെ ഇപ്പോൾ കാണും.